അഡ്വക്കേറ്റ് ഷാനിബ അലി, ഇപ്പോൾ രാഹുൽ മാങ്കുട്ടം എന്ന ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തി ചെയ്ത കാര്യങ്ങൾ ഓരോ ഇരകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പെൺകുട്ടി നൽകിയ അനുഭവത്തിന്റെ ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെയുള്ള അനുഭവമാണ് ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടി നൽകിയ പരാതിയിലുമുള്ളത്. അതിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ ഇതൊക്കെ തന്നെയും കേരളം കാണുകയാണ്, കേരളം അറിയുകയാണ്. പക്ഷേ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അടച്ചിട്ട മുറിയിൽ വേണം കേൾക്കാൻ എന്ന അഭ്യർത്ഥന രാഹുൽ മാങ്കുട്ടത്തിൽ നിന്ന് കോടതിയുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇതൊക്കെ കേരളം ചർച്ച ചെയ്തു കഴിഞ്ഞു. നാളെ അടച്ചിട്ട മുറിയിൽ രഹസ്യമായിട്ട് വേണം തന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കാൻ എന്നുള്ളതാണ് അയാളുടെ ഹർജി. നാളെ അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം എത്രത്തോളമുണ്ട്? ഇപ്പോൾ വന്നിരിക്കുന്ന തെളിവുകൾ എത്രത്തോളം ശക്തമാണ് ഷാനിബ? മാറ്റർ സബ്ജുഡൈസ് ആണ്. ഇതിലിപ്പോ വിധി വരുന്ന വരയ്ക്കും ഇതിനെപ്പറ്റി, അതായത് ഇപ്പം ബെയിൽ ആപ്ലിക്കേഷനിലാണെങ്കിലും വിധി വരുന്ന വരയ്ക്കും സാഹചര്യം വിലയിരുത്താൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രതികൾക്കായാലും വാദികൾക്കായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറ്റാരോപിതനായാലും കൊടുക്കുന്ന കുറച്ച് നിയമപരിരക്ഷകളുണ്ട്. അത് ഓഫ് കോഴ്സ് രാഹുൽ മാങ്കൂട്ടത്തിനും കിട്ടും. പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ ആൾക്കെതിരെ അലിഗേഷൻ വരുന്ന പോലെയല്ല. ഇതിലും പെർവേർട്ടഡ് ആയിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ ഒരുപാട് പേർക്കെതിരെ വരുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വ്യത്യസ്തനാവുന്നത് അയാൾ നിൽക്കുന്ന പൊസിഷൻ കൊണ്ടാണ്, അയാൾ അലങ്കരിക്കുന്ന പദവി കൊണ്ടാണ്. ഏതൊരു മനുഷ്യനും ഇത്രയും അലിഗേഷൻസ് വരുമ്പോൾ ഇത്തരത്തിലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അയാളുടെ പാർട്ടി നേതൃത്വം, ആ വ്യക്തിക്ക് സ്വയം തോന്നി അയാൾ ആ പദം രാജിവെക്കണമായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ പാർട്ടി നേതൃത്വം അയാളോടത് ആവശ്യപ്പെടണമായിരുന്നു. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വിക്ടിംസിന് ഉറപ്പായിട്ടും ഒരു ഭയം ഉണ്ടാവും. ഇയാൾ ഇപ്പോഴും MLA ആണ്, അല്ലെങ്കിൽ ഇയാൾ ഇപ്പോഴും ഒരു സ്ഥാനത്തിരിക്കുന്നു, ഈ പുറത്തിരുന്നുകൊണ്ട് ഈ കമന്റ് തൊഴിലാളികൾ മൊത്തം ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാനോ ഇവിടെ ഇരിക്കുന്ന 2-3 പേര് പറയുന്ന പോലെയല്ല, ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. കൺസെന്റ് ഉണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊരു കൺസെൻഷ്വൽ സെക്സ് ആണ്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു കൺസെന്റ് ഉണ്ടായിരുന്നു. എത്ര കേസസ് ആണ്, ഒരു അലിഗേഷനൊന്നും അല്ലല്ലോ, ഇത്ര അലിഗേഷൻസ് വരുമ്പോൾ ഇതിലെല്ലാം ബന്ധം ഉണ്ടായിരുമ്പോൾ അതിനൊരു കൺസെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരാൾക്ക് എത്ര പേരോട് വേണമെങ്കിലും ശാരീരികമായിട്ട് ബന്ധപ്പെടാം, അതിനൊന്നും ഇവിടെ നിയമതടസ്സം ഒന്നുമില്ല. പക്ഷെ അത് എപ്പോഴാണ് റേപ്പ് ആവുന്നത്? ഈ കൺസെന്റ് എന്ന് പറയുന്ന കാര്യം, അയാൾ പറയുന്നത് ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. ഇപ്പോ ഇതൊരു തിൻ ലൈനാണ്. അതായത് ഒരാൾ പറയുന്നു ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചുകൊള്ളാം, നമ്മളത് വിശ്വസിക്കുന്നു, അയാളുമായിട്ട് ഫിസിക്കലി അടുക്കുന്നു. പിന്നീട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ബന്ധം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഇത് ശരിയാവുന്നില്ല എന്ന്. പക്ഷെ ഇതൊരാൾ ആസ് എ മാറ്റർ ഓഫ് പോളിസി അല്ലെങ്കിൽ അയാളുടെ ഒരു സ്ഥിരം രീതിയായി മാറുന്നു. എല്ലാവരോടും ഇത് തന്നെ പറയുന്നു. അലിഗേഷൻസ് ആണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല. ഓഫ് കോഴ്സ് എല്ലാവരോടും ഒരേ കാര്യം തന്നെ പറയുന്നു. എല്ലാവരോടും ഞാൻ വിവാഹം കഴിക്കാന്ന് പറയുന്നു. അതിനുശേഷം ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആവുന്നു. ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ തന്നെ അയാൾ വയലൻസ് കാണിക്കുന്നു. അതിനുശേഷം പലരും ഗർഭിണികളാവുന്നു. ഇവരോടെല്ലാം ഗർഭചിത്രം അയാൾ നിർബന്ധിക്കുന്നു. ഇതെല്ലാം തന്നെ ഓരോ അലിഗേഷനും ഓരോ ഒഫൻസ് ആണ്, അതും ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. ഇത്രയും നേരിടുന്ന ഒരാൾ 6 ദിവസമായിട്ടും അയാളെ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ തമാശ. ഈ ഉമ്മൻചാണ്ടി, രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ ഒരു സെന്റൻസിൽ പേര് പറഞ്ഞതിന് കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കണം. ശരിക്കും ഇതൊന്നും ഒരു കമ്പാരിസണേ അല്ല, അത്രയും പെർവേർട്ടഡ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ്. അയാൾ അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കോടതിയിൽ തെളിയിക്കണം, ഓഫ് കോഴ്സ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിലും അയാൾ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അനാസ്ഥയാണെന്നോ അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ കേരള പോലീസിന് കഴിവില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം കേരള പോലീസിന് നല്ല കഴിവുണ്ട്. അവർ വിചാരിച്ചിരുന്നെങ്കിൽ അവർക്ക് കിട്ടിയാണ്. ഇവിടെ എത്ര കേസസിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ പെൻഡിംഗ് ഉള്ളപ്പോൾ ആൾക്കാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ കേസസിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്പെസിഫിക് ആയിട്ട് പൊളിറ്റീഷ്യൻസിന്റെ കേസ് വരുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് ഇതുള്ള ആൾക്കാരുടെ കേസ് വരുമ്പോൾ, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കേസ് വരുമ്പോൾ പോലീസുകാർ അവരെ നോക്കിയാലും കാണില്ല, ഇരുട്ടത്ത് തപ്പും, കണ്ണടച്ചാണ് അവർ അന്വേഷിക്കുന്നത്. ഭയങ്കര ആസൂത്രിതമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നു, മാറി കണ്ടുപിടിക്കാൻ പറ്റുന്ന. തമിഴ്നാട്ടിലേക്കും കർണാടകയിലെയും ഒക്കെ സംഘം പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അറിയാം, രാഹുൽ മാങ്കൂട്ടം പോയ ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു നിർദ്ദേശമായി, എച്ച് വെങ്കടേഷിന്റെ നിർദ്ദേശമായി ഉടനെ പിടികൂടണമെന്നുള്ള നിർദ്ദേശം വരുന്നത്. അതിനുശേഷമാണ് പോലീസ് അനങ്ങി തുടങ്ങിയതെന്ന് വേണം കരുതാൻ. ഏതായാലും അയാൾ ഒളിവിലാണ്. ഒളിവിൽ അയാൾക്ക് പോകാൻ സഹായം കിട്ടുന്നുണ്ട്. ആ സഹായം പാർട്ടിയിലെ ചില നേതാക്കളിൽ നിന്ന് തന്നെയാണോ? ഇത്തരം കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. കർണാടക അതിർത്തി, തമിഴ്നാട് അതിർത്തി, ഇവിടെയൊക്കെ തന്നെ അന്വേഷണ സംഘമുണ്ട് ഷാനിബ. ശരിയായിരിക്കാം. ഇപ്പോഴും അയാളുടെ ബെയിൽ ആപ്ലിക്കേഷൻ പെൻഡിംഗ് ആണ്. ബെയിൽ ആപ്ലിക്കേഷനിൽ വിധി വന്നിട്ടുമില്ല. ബെയിൽ ആപ്ലിക്കേഷന്റെ തീരുമാനം എന്ത് തന്നെ ആയാലും ഒരു വ്യക്തി എപ്പോഴാണ് ബെയിൽ കിട്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ, ഒന്നെങ്കിൽ ഇയാള് അന്വേഷണ
സാബുട്ടേജ് ചെയ്യാനുള്ള ചാൻസസ്, അതായത് ഇയാൾ പുറത്തുണ്ടെങ്കിൽ ഈ അന്വേഷണം ഇയാൾ അട്ടിമറിക്കും. ഈ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ബെയിൽ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ വ്യക്തി ഇത്രയും സ്വാധീനമുള്ള ആളാണ്, അങ്ങനെയാണെങ്കിലും ബെയിൽ യൂഷ്വലി കൊടുക്കില്ല. ഇനി ഇയാൾ ഇവിടുന്ന് പുറത്ത് കടന്നേക്കാം, ഇയാൾ മുങ്ങിയേക്കാം, ഈ സാഹചര്യങ്ങളിലൊന്നും ബെയിൽ കൊടുക്കില്ല. ഇതെല്ലാം തന്നെ ചെയ്ത ആളാണ്. ഇയാൾക്ക് എന്ത് സാഹചര്യത്തിൽ ബെയിൽ കൊടുക്കാൻ പറ്റും? കാരണം ഈ പുള്ളി മുങ്ങും എന്ന് ഈ പുള്ളി തെളിയിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ആൾ ഞാൻ മുങ്ങി എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പുള്ളി തന്നെ ഇപ്പൊ എല്ലാ രീതിയിലും തെളിയിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തത്, ഇയാൾ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഇയാൾ പുറത്തിറങ്ങിയ ഇയാൾ വിക്ടിംസിനെ ഭീഷണിപ്പെടുത്തില്ലേ? ഇയാൾ ഈ രീതിയിൽ ഇയാളുടെ ഈ കമന്റ് തൊഴിലാളികൾ ഇപ്പോഴും പുറത്തിരിക്കില്ലേ? ഇയാൾക്ക് വേണ്ടി എന്ത് സ്ട്രോങ് PR ആണ്. ഒരു കമന്റ്, അതായത് ഇയാൾ ഒരു PR വർക്ക് പോലെ ഒരു റീല് വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ, അതിന്റെ താഴെ സപ്പോർട്ട്, ഫയർ, എന്തുമാത്രം കമന്റ്സ് ആണ്. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഇനിയിപ്പോ നമ്മളുടെ വ്യൂ ആണോ തെറ്റ് എന്ന് തോന്നുന്ന രീതിയിൽ ഇത്രയും ആൾക്കാർ ഇതിന് പിന്നിൽ നിൽക്കുവാണ്. ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതാണ് എന്ന ആലോചനയിൽ നിന്നും നമ്മളാണ് തെറ്റ് എന്നൊരു തെറ്റായ ബോധ്യത്തിലേക്ക് ആളുകൾ എത്തും, തെറ്റായ ആലോചനയിലേക്ക് എത്തും. അതിന് ഈ തരം ഈ കൂട്ടമായി വരുന്ന സൈബർ പോസ്റ്റുകൾ അതൊരു തരത്തിൽ ആ തരം ആളുകളെ സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഞാനോ അല്ലെങ്കിൽ നമ്മളിൽ ചിലരോ ഇവിടെ നിൽക്കുന്ന കൃത്യമായിട്ട് വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, എന്താണ് ഒരു സ്ത്രീയുടെ അവകാശം എന്ന് അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റേപ്പ് എന്താണ്, കൺസെന്റ് എന്താണ് എന്ന് അറിയുന്ന ആൾക്കാർ, അതിനപ്പുറത്തോട്ട് ഒരു വലിയ വിഭാഗം കേരള ജനതയുണ്ട്. അവരിപ്പോഴും വിചാരിക്കുന്നത് ഏതൊക്കെയോ പെണ്ണുങ്ങൾ എന്തൊക്കെയോ കേസ് കൊടുത്തു, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്ഥിരമാണ്. ഉമ്മൻചാണ്ടി സാറിന് ചെയ്ത് കണ്ടില്ലേ? ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു സാറിന്റെ പേരൊക്കെ ഇതിലോട്ട് വരിക എന്ന് പറയുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് തന്നെയാണ് പുറത്തിറങ്ങുന്നതും. ഇതേപോലെ ഇവർ പൊളിറ്റിക്കൽ അജണ്ട ആയിട്ട് ഇത് തന്നെയാണ് പുറത്തിറങ്ങുന്നതും. ഇതൊക്കെ സ്ഥിരമായിട്ട് ഒരു സെറ്റ് ഓഫ് സ്ത്രീകൾ ഇലക്ഷൻ വരുമ്പോൾ അവരിങ്ങനെ പറയുന്ന ആൾക്കാർ. ഇതാണ് ഈ പുറത്തിറങ്ങുന്ന പ്രൊപ്പഗാൻഡ, അല്ലെങ്കിൽ അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വിക്ടിമിനെ അടിച്ചിരുത്തുക, വിക്ടിമിന് വേണ്ടി സംസാരിക്കുന്നവരെ അടിച്ചിരുത്തുക, ഞാൻ പറഞ്ഞോ സ്മൃതി പറഞ്ഞോ എല്ലാവരെയും അടിച്ചിരുത്തുക. ഈ കമന്റുകൾ കൊണ്ട് നമുക്ക് വിഷമം തോന്നുന്ന രീതിയിൽ, നമ്മളെ സ്ലട്ട് ഷെയിം ചെയ്യുന്ന രീതിയിൽ, അത് ഏത് സ്ത്രീയാണോ പറയുന്നത് അവരെല്ലാം നിർത്തി അപമാനിക്കുക, സ്ലട്ട് ഷെയിം ചെയ്യുക, സൈബർ അറ്റാക്ക് ചെയ്യുക, സൈബർ ബുള്ളിങ് ചെയ്യുക. അതിന് ഇവർക്ക് കൃത്യമായിട്ടുള്ള സേനയുണ്ട്. ഇതിന് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് കാണുമ്പോൾ കൃത്യമായിട്ട് ഈ മൊത്തം അന്വേഷണം പോലും അട്ടിമറിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പൊതുജനാഭിപ്രായത്തിനെ മൊത്തത്തിൽ തിരിക്കാൻ സാധ്യതയുള്ള, ഇപ്പൊ തന്നെ ഫസ്റ്റ് അലിഗേഷൻ വന്ന് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ഫ്രീ ആയിട്ട് പുറത്തിറങ്ങി നടക്കുന്നു. പുള്ളിയുടെ റീൽസ് വരുന്നു, പുള്ളി പല നടിമാരുടെ കൂടെ നടക്കുന്നു, പല രീതിയിലുള്ള റീൽസുകൾ പുറത്തു വരുന്നു. അതിനെല്ലാം താഴെ ആൾക്കാർ വളരെ നല്ല രീതിയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളുടെ നേതാവ് പുറത്തു വരുന്നു പറയുന്നു. പുള്ളിക്ക് മൈലേജ്, രാഹുൽ ഈശ്വറിന് മൈലേജ്. അദ്ദേഹം അറസ്റ്റ് കാത്തിരിക്കുകയായിരുന്നു. പുള്ളി എന്തോ സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെയാണ് അകത്തോട്ട് പോയതും പുറത്തോട്ട് ഇറങ്ങി വന്നതും. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ആൾക്കാരെ പറ്റി അനാവശ്യം പറഞ്ഞതിന്റെ പുറത്താണ്, സ്ത്രീകളെ അനാവശ്യം പറഞ്ഞതിന്റെ പേരിൽ, ഒരു വിക്ടിമിനെ പറ്റി അനാവശ്യം പറഞ്ഞതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പുള്ളിയുടെ മുഖഭാവം ശ്രദ്ധിക്കണമായിരുന്നു ആ സമയത്ത്. എന്തായിരുന്നു മുഖഭാവം? ഞാൻ എന്തോ സ്വാതന്ത്ര്യ സമരത്തിന് ജയിച്ചു, അല്ലെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യ സമരത്തിന് പോയി ചെയ്യുന്നു. അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ. പക്ഷെ ഇതുപോലും അയാൾ ഒരു മൈലേജ് ആയിട്ടാണ് എടുക്കുന്നത്. ഒരാളാണ് പുള്ളിക്ക് ഇതുപോലും മൈലേജ്. ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റി നമ്മൾ ഡിസ്കഷൻ നിർത്തണം. ലെറ്റ്സ് ഇഗ്നോർ ദം. ഇവരെ നമ്മൾ ഇഗ്നോർ ചെയ്യാത്തടത്തോളം കാലം, ഇവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുന്നിടത്തോളം കാലം. ഐ ഹവ് സീൻ എ ട്രോൾ. ഒരു ആള് നിങ്ങൾ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാഹുൽ ഈശ്വർ വന്നിട്ട് അയാൾ നിരപരാധിയാണെന്ന് പറയുന്നു. അതോടുകൂടി നിങ്ങൾ നിരപരാധി അല്ല എന്ന് മനസ്സിലാവുന്നു. ആ രീതിയിൽ ഒരു പൊതുജനാഭിപ്രായം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ലെറ്റ്സ് ഇഗ്നോർ ദാറ്റ് പേഴ്സൺ. രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാരെ ഇഗ്നോർ ചെയ്യുക. അതുപോലെ ഇപ്പൊ റിപ്പോർട്ടർ ചാനലായാലും ഏത് ചാനലായാലും ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ വരിക, കൃത്യമായിട്ട് കൺസെന്റ് എന്താണെന്ന് ആൾക്കാരെ അവബോധപ്പെടുത്തുക, ആൾക്കാർക്ക് മനസ്സിലാവുക ഇതാണ് കൺസെന്റ്. അതൊരു തിൻ ലൈൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊരു തിൻ ലൈൻ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. കൺസെന്റ് ഒബ്റ്റെയിൻ ബൈ ഫ്രോഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വിവാഹം കഴിക്കാം എന്ന് പറയുമ്പോൾ എന്നെ വിവാഹം കഴിച്ചേക്കാം എന്ന ഒരു ഉറപ്പിന്റെ പുറത്താണ് ആ കൺസെന്റ് കൊടുക്കുന്നത്. അയാൾ വിവാഹം കഴിക്കാൻ പറ്റിയില്ല, അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. അത് പല റിലേഷൻഷിപ്സിലും അത് സംഭവിക്കുന്നുണ്ട്. അതിന് നമുക്ക് റേപ്പ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ബ്രേക്കപ്പ് ഒക്കെ വരുന്നത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ എങ്ങനെയാണ്? ഇത് സ്ഥിരം അയാളുടെ ഒരു സ്ഥിരം മെത്തേഡാണ്, കൃത്യമായിട്ടുള്ള മെത്തേഡാണ്. എല്ലാ കാര്യത്തിലും ഒരേപോലെ ഇത് തന്നെ സംഭവിക്കുന്നു. ഇനിയും എത്ര പരാതികൾ വരാനിരിക്കുന്നു എന്നുള്ളതും കാണേണ്ടതുണ്ട്. ഷാനിബ വളരെ നന്നായി പറഞ്ഞു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.